ഹലോ, ഈ തവണത്തെ ഓണം എക്സാം അത്യാവശ്യം ടഫായിരുന്നു അല്ലേ? ഇത് ആരുടെ പ്രശ്നം കൊണ്ടാ? നിങ്ങളെ പ്രശ്നമാണോ? അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ മാറിയത് കൊണ്ടാ? ക്വസ്റ്റ്യൻ പേപ്പറിലെ പാറ്റേൺ മാറിയിട്ടുണ്ട്, അതിന്റെ പ്രശ്നമാണോ? അല്ലെങ്കിൽ നിങ്ങൾ ഈ കണ്ടന്റ് കുറെ വലുതാണ്, അതിന്റെ പ്രശ്നമാണോ? ആരുടെ പ്രശ്നമാണ്? നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളെ എക്സാം ടഫായിട്ടുണ്ടെങ്കിൽ ആരൊക്കെ കാരണക്കാർ? നിങ്ങൾ മാത്രമാണ് അല്ലേ? നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ഈ പ്രാവശ്യം നമ്മൾ സെപ്റ്റംബർ മുതൽ നിങ്ങൾ ആൻസർ ഷീറ്റ് കിട്ടാൻ തുടങ്ങും മുതൽ നിങ്ങൾ ഓരോരുത്തരും എന്താണ്, നിങ്ങളെ ഗ്രേഡ് താഴ്ന്നതിനനുസരിച്ച് നിങ്ങൾ ഓരോരുത്തരും തോറ്റു പോവുകയാണ്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഓണം എക്സാമിന് എന്ത് ചെയ്തിട്ടുള്ളത്, അറ്റൻഡ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഇത് അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ അറ്റൻഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടും നിങ്ങൾ ഓണം എക്സാം ടഫായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മാർക്ക് കുറഞ്ഞു പോയി, ഈ ഒരു ചെറിയ പ്രായത്തിൽ നിങ്ങൾ തോറ്റുപോയി, നിങ്ങൾക്ക് തോൽവിയിൽ ഭയക്കുന്നുണ്ടോ? നിങ്ങൾ ഭയക്കണം. ഈ ഒരു ചെറിയ പ്രായത്തിലെ ഈ ഒരു തോൽവി നിങ്ങൾ ഏറ്റുവാങ്ങുവാണെങ്കിൽ നിങ്ങൾ എന്താ, നിങ്ങൾ 100% നിങ്ങളൊരു വലിയൊരു പേടി തന്നെ നിങ്ങൾ പേടിക്കേണ്ടതുണ്ട് അല്ലേ? അതായത് നിങ്ങൾ ഓരോ ക്ലാസ് കയറ്റം കൂടുമ്പോൾ എന്താണ്, ഇതുപോലെ കുറേ മാറ്റങ്ങൾ വരും. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ നന്നാവണം. നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഓരോ ക്ലാസ്സും കയറി പോകാൻ പാടുള്ളൂ അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും ഈ ഓണം എക്സാമിന് ആർക്കൊക്കെയാണ് വീണ്ടും നിങ്ങൾ ഓണം എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഓരോരുത്തർക്കും അറിയാം. നിങ്ങൾ ഇത് ആരോടും പറയൊന്നും വേണ്ട, നിങ്ങൾ ഓരോരുത്തർക്കും അറിയാം അല്ലേ? ആരൊക്കെയാണ്? നിങ്ങളുടെ പാരൻസ് നിങ്ങൾ ടീച്ചേഴ്സ് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞിട്ടുണ്ടാവുക? ഓക്കെ, സിമ്പിൾ ആയിരുന്നു, ഞങ്ങളൊക്കെ ക്ലാസ് കണ്ട് പഠിച്ചു, ഓക്കെ എല്ലാം സിമ്പിൾ ആയിരുന്നു. പക്ഷെ നിങ്ങൾ ഓരോരുത്തർക്കും അറിയാം നിങ്ങൾ എത്രമാത്രം ആ ഒരു പേപ്പർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം ആ ഒരു എക്സാമിനെ ഭയന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം നിങ്ങൾ ആ ഒരു റിസൾട്ട്, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ റിസൾട്ട് അറിയാം. ഇനിയിപ്പോൾ ആ ഒരു പേപ്പർ കിട്ടണമെന്നില്ല അല്ലേ, നിങ്ങൾക്ക് ആ ഒരു റിസൾട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അതായത് എത്ര ഡ്രീംസ് മുന്നിലുണ്ട് അല്ലേ? നിങ്ങൾ ഈ ലക്ഷ്യം, നിങ്ങൾ ഓരോരുത്തരും എക്സാമിൻ്റെ ടൈമൊക്കെ പറയാണ് മിസ്സേ മോട്ടിവേഷൻ തരൂ. എടാ, എന്തിനാണ് മോട്ടിവേഷൻ? നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കി. എന്തിനാണ് മോട്ടിവേഷൻ? നിങ്ങളൊരു എയിം, നിങ്ങൾ ഓരോരുത്തരും ഒരു എയിം ഉള്ളവരാണെങ്കിൽ ഒരു മോട്ടിവേഷൻ്റെ ആവശ്യമില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കേട്ടോ. ലക്ഷ്യമുള്ളവന് പ്രോത്സാഹനം വേണ്ട എന്നാണ് ആദ്യം മനസ്സിലാക്കുക. ആ ഒരു ലക്ഷ്യത്തെ കണ്ടുകൊണ്ട് ബാക്കി എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ മറികടന്ന് ഒന്നും മൈൻഡ് വെക്കാതെ രാത്രി പകലുകളാക്കിയിട്ട് പഠിക്കേണ്ടവരെ നിങ്ങൾ ഓരോരുത്തരും അല്ലേ? നിങ്ങൾക്കിത് ഈ കുഞ്ഞു ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ, ആ കുഞ്ഞു ആഗ്രഹങ്ങളെ ഇപ്പോഴേ അതിനുവേണ്ടി വർക്ക് ചെയ്യണം. നിങ്ങൾ ഒരാളും വർക്ക് ചെയ്യില്ല, എനിക്കൊന്നും പഠിക്കാൻ പറ്റില്ല, എനിക്ക് ഇത്ര വർക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഹാർഡ് വർക്ക് പറ്റില്ല, എനിക്ക് സ്മാർട്ട് വർക്ക് ആണ് വേണ്ടതെന്നൊക്കെ കുറേ ആൾക്കാരെ പറഞ്ഞിട്ടുണ്ടാവും. ബട്ട് മക്കളെ ശ്രദ്ധിച്ചോ, നിങ്ങൾ ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക് ആണ് നമ്മളെ വിജയം എന്ന് പറഞ്ഞത് കേട്ടോ. നിങ്ങൾ ഒന്നും വേണ്ട, ഞാൻ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കുന്ന കാര്യമില്ല. അതായത് ഓരോരുത്തർക്കും ഓരോ എക്സാം, നിങ്ങൾക്കിപ്പോൾ മുന്നിൽ എന്താണ്, നിങ്ങളെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആകെ മൊത്തം മാറിയിട്ടുണ്ട് അല്ലേ? അതിനോട് പൊരുത്തപ്പെട്ട് വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഏത് സിസ്റ്റം വന്നാലും ഞാൻ എൻ്റെ എയിമിലേക്ക് എത്തും എന്നുള്ളതാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം. ഇതൊന്നുമില്ല, എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് എല്ലാ കാര്യങ്ങളും, എന്നാൽ എനിക്ക് മാർക്കും വേണം അല്ലേ? ഇതല്ലേ നിങ്ങളാ ഇപ്പോൾ ഉള്ള ചിന്ത എന്ന് പറഞ്ഞാൽ അതാകെ മൊത്തം ഒന്ന് മാറ്റി വെക്കുക. നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കുറേ ആൾക്കാരുണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ, റിലേറ്റീവ്സ് ഉണ്ടാവും, അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും എന്നൊക്കെ വിചാരിക്കും. ബട്ട് ലാസ്റ്റ് നിങ്ങൾ മാത്രമേ ഉണ്ടാവും. ബട്ട് നിങ്ങളൊരു സന്തോഷത്തിൽ പങ്കുചേരാൻ എല്ലാവരും ഉണ്ടാവും. അപ്പം നിങ്ങൾ ആലോചിച്ചോളൂ, നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്കൊരു എയിമുണ്ട്, ആ എയിമിലേക്ക് ഏത് വഴി സ്വീകരിച്ചാലും എന്താണ്, കഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതെത്താൻ നിങ്ങൾക്ക് പറ്റില്ല. ഇനിയും നിങ്ങൾ ആലോചിച്ചു, ഓണം എക്സാമിന് ഇങ്ങനൊരു സെപ്റ്റംബർ ആകുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ഷീറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ പിന്നെയും എന്താണ്, ആ ഒന്നും കൂടി 2 വീക്സ് നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കും എന്നുള്ളത് നമ്മളെ വിദ്യാഭ്യാസ വകുപ്പ് മുൻകൂട്ടി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതേ സിസ്റ്റം തന്നെയായിരിക്കും ക്രിസ്മസ് എക്സാമിനും, ഇതേ സിസ്റ്റം തന്നെയായിരിക്കും ആനുവൽ എക്സാമിനും. ഓണം എക്സാമിൽ നിങ്ങൾ ഇവിടെ തോറ്റു പോവുകയാണെങ്കിൽ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് എത്ര പഠിക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് ആനുവൽ എക്സാമിൽ നിങ്ങൾക്ക് എത്ര പഠിക്കാനുണ്ട്, ഇതിലൊക്കെ നിങ്ങൾ എന്താ ചെയ്യുക? ഇനി ഞാൻ പഠിക്കുന്നില്ല, എനിക്ക് ഈ ഒരു വിദ്യാഭ്യാസ സിസ്റ്റം പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുക. അങ്ങനെയല്ലല്ലോ വേണ്ടത്. എല്ലാവരും പഠിക്കുന്നുണ്ട് അല്ലേ? ഒരുത്തരും ചെയ്യാത്ത കാര്യം എന്നല്ല നിങ്ങളോട് ചെയ്യാൻ പറയുന്നത് അല്ലേ? എല്ലാവരും പഠിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ഓരോരുത്തർക്കും എന്ത് ചെയ്യണം? ഓരോരുത്തർക്കും പഠിക്കാൻ വേണ്ടി പറ്റണം അല്ലേ? ഓരോരുത്തരും പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പം മിസ് പറഞ്ഞു തന്ന കാര്യം, നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് കൈ പിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ എജുപോട്ട്, ഞങ്ങളെല്ലാവരും എജുപോട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമാണ്. നിങ്ങൾ ഈ ഒരു ബാച്ചിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണോ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള കാര്യം ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ട്, ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള കാര്യം ഈ ഒരു ആപ്പിൽ
കൃത്യമായിട്ടുണ്ടാവും. ഇപ്പൊ 7ാം ക്ലാസ്സിലെ കുട്ടികളാണ് നിങ്ങൾ അല്ലെ, ഇവിടെ നിങ്ങളെ അപ്പർ പ്രൈമറി അല്ലെ UP സെക്ഷനിലെ ലാസ്റ്റ് ഒരു സ്കോളർഷിപ്പ് എക്സാം ക്രാക്ക് ചെയ്യാൻ പോകുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും അല്ലെ. അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഓണം എക്സാം. അത് കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അത് കഴിഞ്ഞിട്ടുള്ള വരുന്ന ഒരു എക്സാമാണ് ക്രിസ്മസ് എക്സാം. ആ ഒരു എക്സാം ക്രാക്ക് ചെയ്താൽ മാത്രമേ സ്കൂളിൽ നിന്ന് നിങ്ങൾ 7ാം ക്ലാസ്സിലെ USS എക്സാമിന് സെലക്ട് ആവുള്ളൂ. 100% ഉറപ്പാട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ടെക്സ്റ്റ് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കണം അല്ലെ. നിങ്ങൾ ചുറ്റുപാട് നടക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് പൊതു വിദ്യാഭ്യാസമൊക്കെ നിങ്ങൾക്ക് വേണം അല്ലെ. അപ്പോൾ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഓഫർ അല്ലെ, ഈ ഒരു ഓഫർ സെപ്റ്റംബർ 8 വരെ മാത്രമേ ഉള്ളൂ. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 7ാം ക്ലാസ്സിൽ എന്തൊക്കെ തരണം, നിങ്ങൾ ആ ഒരു പൊതുവായിട്ടുള്ള എയിം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറയാം. അപ്പം അതിനുള്ള ഒരു പ്രിപ്പറേഷൻ കൂടിയാണ് ഞങ്ങളെ ഈ ഒരു ഏർലി ബേർഡ് ഓഫർ. ഓക്കെ, സെപ്റ്റംബർ 8 വരെ മാത്രമേ ഉള്ളൂ. ഓണം എക്സാം ഒക്കെ പഠിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ലേ അടുത്ത എക്സാമിന് നോക്കാം, അങ്ങനെ നീട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എക്സാമിന്റെ ഈ ഒരു ഓഫർ നിങ്ങൾക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾക്കറിയാം ഈ ഒരു സെപ്റ്റംബർ 8 വരെ മാത്രമേ എന്തുള്ളൂ ഈ ഒരു ഓഫർ ഉള്ളൂ. ഓണം എക്സാം സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ മുന്നേ ഇത് ഓഫറുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ചേർന്നവരുണ്ടാവും. ഓക്കെ, ഇനി ആരെങ്കിലും ചേരാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും വൈകിട്ടില്ല. ഓരോ കാര്യം നാളത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒന്നും തന്നെ നിങ്ങളെ കയ്യിൽ ഉണ്ടാവില്ല. ഓക്കെ, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോളാം. നമുക്ക് ഈ ഒരു സെപ്റ്റംബർ 8 വരെ മാത്രമാണ് ഈ ഒരു ഓഫറിൽ പോകുന്നത് കേട്ടോ. 1799 ഈ ഒരു ഓഫറിലായിരിക്കും നിങ്ങൾക്ക് 7ാം ക്ലാസ്സിന്റെ കോച്ചിങ് ഇതാ 1 ഇയർ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ടാവുക. അപ്പൊ മക്കളെ മറക്കണ്ട, ഒരു എയിം ഫിക്സ് ചെയ്യാം, ആ എയിമിലേക്ക് കഷ്ടപ്പെടുക, രാത്രികൾ പകലുകളാക്കുക. എല്ലാവരും ആഘോഷിക്കും, എല്ലാവരും പോയിക്കോട്ടെ. പക്ഷെ നമുക്ക് ആ ഒരു എയിം നമ്മൾ ക്രാക്ക് ചെയ്തെടുത്താൽ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് മക്കളെ, അതില്ലേ, അത് നിങ്ങൾ അനുഭവിച്ചറിയണം. ഞാനിവിടെ നിന്നിട്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, അനുഭവിച്ചറിയണം. അങ്ങനെ എല്ലാവരും അത് അനുഭവിക്കട്ടെ കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ വേഗം തന്നെ നമ്മൾ ആപ്പിലേക്ക് വരിക. നമുക്കിനി ബാക്കി അവിടെ നമ്മൾ സെറ്റ് ചെയ്യായിരിക്കും. എയിം എപ്പോഴും മുന്നിൽ കണ്ടുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക കേട്ടോ.